ചോദ്യം: റസൂലിന്റെ വിയോഗ വിവരമറിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ആക്രോശിച്ചത് എന്ത്? ഉത്തരം: റസൂൽ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാനെടുക്കും. ചോദ്യം: റസൂലിന്റെ വിയോഗം ഉമർ റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത വ്യക്തി? ഉത്തരം: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചോദ്യം: എവിടെ വെച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്? ഉത്തരം: ബനൂ സായിദ പന്തലിൽ വെച്ച്. ചോദ്യം: എത്ര കാലമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത്? ഉത്തരം: 10 വർഷവും 2 മാസവും 4 ദിവസവും. ചോദ്യം: അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി ഉമർ റളിയല്ലാഹു അൻഹുവിനെ അഭിസംബോധന ചെയ്തത് ആര്? ഉത്തരം: അദീ ഇബ്നു ഹാതിമും ലബീദ് ബിൻ റബീഅയും മുഗീറ ബിൻ ശുഅബയുമാണെന്നും അഭിപ്രായമുണ്ട്. ചോദ്യം: കുതിരയെ കച്ചവടം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ പ്രതിയാക്കി ഒരു ഖാളി സ്വീകരിച്ച വിധിയിൽ ഏറെ സന്തുഷ്ടനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ആ ഖാളി? ഉത്തരം: കൂഫയിലെ ഖാളി ശുറൈഹ് ബിൻ ഹാരിസ് അൽ കിൻഡി. ചോദ്യം: ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ സംഭവിച്ച 2 മഹാവിപത്തുകൾ? ഉത്തരം: പ്ലേഗ്, ക്ഷാമം. ചോദ്യം: ഒരു ഗവർണറുടെ മകൻ മുഹമ്മദും കോപ്റ്റിക് ക്രിസ്ത്യാനിയും ഓട്ടപ്പന്തയം നടത്തി. ക്രിസ്ത്യാനിക്കായിരുന്നു വിജയം. പരാജയഭാരത്താൽ മുഹമ്മദ് അയാളെ ചാട്ടവാറുകൊണ്ട് പ്രഹരിച്ചു. ഈ പരാതിയിൽ ഉമർ റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞത് ഗവർണറെയും മകനെയും അടിക്കാനാണ്. ആരായിരുന്നു ആ ഗവർണർ? ഉത്തരം: അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ചോദ്യം: അകാരണമായി ചമ്മട്ടി കൊണ്ട് അടിക്കുകയും തലമുടി മൊട്ടയടിക്കുകയും ചെയ്തു എന്ന ഒരു പ്രജയുടെ പരാതിയിൽ പ്രതിക്രിയക്ക് ഉമർ റളിയല്ലാഹു അൻഹു വിധേയനാക്കിയ ഗവർണർ? ഉത്തരം: അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. ചോദ്യം: പ്രജകളുടെ ആരോപണങ്ങളോ ഭരണസാമർത്ഥ്യക്കുറവോ കാരണം പ്രമുഖ സ്വഹാബിമാരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹു ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. എവിടുത്തെ പ്രതിനിധികളായിരുന്നു ഇരുവരും? ഉത്തരം: അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബഹ്റൈനിലെയും അമ്മാർ റളിയല്ലാഹു അൻഹു കൂഫയിലെയും. ചോദ്യം: ലാളിത്യവും വിനയവും കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വളരെയേറെ സന്തോഷിപ്പിച്ച ഹിംസിലെ ഗവർണർ? ഉത്തരം: ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു.